വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 18ാമത് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ 800 മുതൽ 846 വരെയുള്ള നാമങ്ങളാണ് കാണുവാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 86 മുതൽ 90 വരെ. 86ാം ശ്ലോകം. സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി. ഇവിടെ സുവർണബിന്ദു, അക്ഷോഭ്യ, സർവവാഗീശ്വരേശ്വര, മഹാഹൃദ, മഹാഗർത്ത, മഹാഭൂത, മഹാനിധി എന്നീ 7 നാമങ്ങൾ നമുക്ക് കാണാം. സുവർണബിന്ദു, ഇവിടെ ബിന്ദു എന്നതിന് അവയവങ്ങൾ എന്ന് അർത്ഥമെടുക്കുന്നു. അപ്പോൾ സ്വർണതുല്യമായ അവയവങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ വിഷ്ണു എന്ന് പറയാം. അക്ഷോഭ്യ, ക്ഷോഭത്തിന് വിധേയമാകാത്തവനാണ്, ക്ഷോഭിക്കാത്തവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സർവവാഗീശ്വരേശ്വര, വാഗ്ദേവതകൾക്കെല്ലാം ഈശ്വരനായിട്ടുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹാഹ്രദ, ഹൃദമെന്നാൽ കയമെന്ന് അർത്ഥം കാണാം. മഹായോഗികൾക്ക് അഗാധത്തിൽ ഇറങ്ങിച്ചെന്ന് പരമാനന്ദത്തിൻ്റെ കുളിർമ അനുഭവിക്കാൻ തക്കവണ്ണം ആഴമുള്ള കയമാണ് മഹാഹൃദം എന്ന് പറയുന്നു. അതാണത്രേ മഹാവിഷ്ണു. മഹാഗർത്ത, ഗർത്തമെന്നാൽ കുഴി, മായയാകുന്ന പെരും ഗർത്തം സ്വാധീനമായിട്ടുള്ളവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. വലിയ ഒരു കുഴിയിൽ വീണാൽ കരകയറുക എളുപ്പമല്ലല്ലോ, അതുപോലെ തന്നെയാണ് മഹാമായയിൽപ്പെട്ടാലുമെന്ന് സൂചിപ്പിക്കുന്നു. മഹാഭൂത, ഭൂതം എന്നതിന് ഇവിടെ സ്വരൂപമെന്ന് അർത്ഥമെടുക്കുന്നു. കാലദേശങ്ങൾക്കതീതമായ സ്വരൂപത്തോടുകൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാനിധി, എല്ലാ ഭൂതങ്ങൾക്കും ആധാരമായിട്ടുള്ള നിധാനമായിട്ടുള്ള ശക്തിസ്വരൂപനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. 87ാം ശ്ലോകം. കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോമൃതവപു സർവജ്ഞ സർവതോമുഖ. 10 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. കുമുദ, കുന്ദര, കുന്ദ, പർജന്യ, പാവന, അനില, അമൃതാശ, അമൃതവപു, സർവജ്ഞ, സർവതോമുഖ ഇവയാണ് 10 നാമങ്ങൾ. കുമുദ, കു എന്നതിന് ഭൂമിയെന്നും മുദ എന്നതിന് സന്തോഷിക്കുക എന്നും അർത്ഥമെടുത്താൽ ഭൂമി ആരെക്കൊണ്ട് സന്തോഷിക്കുന്നുവോ അല്ലെങ്കിൽ ഭൂമി മൂലം ആര് സന്തോഷിക്കുന്നുവോ അവൻ കുമുദൻ എന്ന് പറയുന്നു. കുന്ദര, കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ എന്നർത്ഥം പറയുന്നു. മുല്ലപ്പൂ പോലെ ശുദ്ധവും മനോഹരവുമായ ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ നൽകുന്നവനെന്ന് വിശേഷിപ്പിക്കാം. കുന്ദ, ഭൂമിയെ ദാനം ചെയ്തവൻ പരശുരാമൻ എന്നും മുല്ലപ്പൂ പോലെ സുന്ദരമായ അവയവങ്ങളോട് കൂടിയവനെന്നും അർത്ഥം പറയുന്നു. പർജന്യ, മഴയുടെ ദേവത അല്ലെങ്കിൽ മഴക്കാർ എന്നർത്ഥം വരുന്നു. മനുഷ്യൻ്റെ സകല താപങ്ങളെയും ശമിപ്പിക്കുന്നവനും കാമങ്ങളെ വർദ്ധിപ്പിക്കുന്നവനുമായ ദൈവമാണ് മഹാവിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. പാവന, പവിത്രമായവൻ, പവിത്രമാക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വയം പവിത്രനും മറ്റുള്ളവരെ പവിത്രരാക്കുന്നവനുമാണ് വിഷ്ണു. അനില, ഇലനം എന്നതിന് ഇളക്കമെന്നർത്ഥം കാണുന്നു. അപ്പോൾ ഇളക്കമില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കാം. ഉറക്കമെന്നും അർത്ഥമുണ്ടത്രേ, ഉറക്കമില്ലാത്തവനെന്നും വിശേഷിപ്പിക്കാം. അമൃതാശ, അമൃതത്തെ അശിക്കുന്നവൻ, ഭുജിക്കുന്നവനെന്നും അമൃതമായ ആശയോട് കൂടിയവനെന്നും ഈ നാമത്തിലൂടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. അമൃത വപു, വപുസ് എന്നാൽ ശരീരം എന്ന് പറയുന്നു. അമൃത പോലെ ഒരിക്കലും നശിക്കാത്ത ശരീരത്തോടു കൂടിയവനെന്ന് വിശേഷിപ്പിക്കുന്നു. സർവജ്ഞ, എല്ലാം അറിയുന്നവനാണെന്ന് പറയുന്നു. സർവതോമുഖ, എല്ലാ ദിക്കുകളിലേക്കും മുഖമുള്ളവൻ, നാലുപാടും നടക്കുന്നതെന്തും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. 88ാം ശ്ലോകം. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപന ന്യഗ്രോധോദുംബരോശ്വത്ഥ ചാണൂരാന്ധ്ര നിഷൂദന. ഇവിടെ 9 നാമങ്ങളാണ്. സുലഭ, സുവ്രത, സിദ്ധ, ശത്രുജിത്, ശത്രുതാപന, ന്യഗ്രോധ, ഉദുംബര, അശ്വത്ഥ, ചാണൂരാന്ധ്ര നിഷൂദന എന്നിവയാണ് 9 നാമങ്ങൾ. സുലഭ, എളുപ്പത്തിൽ ലഭിക്കാവുന്നത്, ഭക്തിയുള്ളവർക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്നവനാണ് വിഷ്ണു എന്നർത്ഥം. സുവ്രത, നല്ല ശുഭപ്രദമായ വ്രതത്തോടു കൂടിയവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. സിദ്ധ, പലതരത്തിലുള്ള കഴിവുകൾ നേടിയവനെ സിദ്ധനെന്ന് പറയാം. ശത്രുജിത്ത്, ശത്രുക്കളെ ജയിച്ചവൻ ശത്രുജിത്ത്. ശത്രുതാപന, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, വിഷമിപ്പിക്കുന്നവനെന്ന് അർത്ഥം. ന്യഗ്രോധ,
കീഴ്പോട്ട് മുളച്ചു വളരുകയും എല്ലാത്തിനും മീതിയായി വിലസിക്കുന്നവനും എന്നർത്ഥം പറയുന്നു. സംസാരത്തിൽ വ്യാപിച്ചു നിൽക്കുന്നവനും എന്നാൽ അതിലൊന്നും പെടാതെ തന്നെ പരിലസിക്കുന്നവനുമാണ് ഭഗവാൻ വിഷ്ണു. ഉദുംബര, കാരണരൂപത്തിൽ അമ്പരത്തേക്കാൾ ഉയർന്നിരിക്കുന്നവനെന്നാണ് ഇതിനർത്ഥം. അന്നം മുതലായവ കൊണ്ട് ഈ വിശ്വത്തെ പരിപോഷിപ്പിക്കുന്നവനെന്നും അർത്ഥം പറയുന്നു. അശ്വത്ഥ, ആൽമരം എന്നർത്ഥം. ആലിലയിൽ കിടക്കുന്ന കൃഷ്ണനെ ഇവിടെ പരാമർശിക്കുന്നു. നാശരഹിതമായ ഒരു വൃക്ഷമായിട്ടാണ് ആൽമരത്തെ കണക്കാക്കുന്നത്. ചാണൂരാന്ധ്ര നിഷൂദന, ആന്ധ്രവർഗത്തിൽപ്പെട്ട ചാണൂരൻ എന്ന മല്ലനെ വധിച്ചവൻ ശ്രീകൃഷ്ണൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 89 ശ്ലോകം. സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃത് ഭയനാശന. 9 നാമങ്ങൾ ഇവിടെ വരുന്നു. സഹസ്രാർച്ചി, സപ്തജിഹ്വ, സപ്തൈധാ, സപ്തവാഹന, അമൂർത്തി, അനഘ, അചിന്ത്യ, ഭയകൃത്, ഭയനാശന എന്നിവയാണ് 9 നാമങ്ങൾ. സഹസ്രാർച്ചി, അർച്ചിസ് എന്നാൽ കിരണമെന്ന് പറയുന്നു. ആയിരക്കണക്കിന് കിരണങ്ങളുള്ളവനെന്ന് അർത്ഥം. സപ്തജിഹ്വ, 7 നാവുകളോടുകൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഹോമകുണ്ഡത്തിൽ ആളിക്കത്തുന്ന അഗ്നിക്ക് 7 നാവുകളുണ്ട് എന്നാണ് പറയുന്നത്. അവ കാളി, കരാളി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ, സ്ഫുലിംഗിനി, വിശ്വരുചി എന്നിവയാണ്. യജ്ഞാഗ്നി സ്വരൂപനാണ് വിഷ്ണു എന്നർത്ഥം. സപ്തൈധ, ഏധസ് എന്നാൽ ദീപ്തി. 7 ഏധസ്സുകളുള്ളവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സപ്തവാഹന, 7 വാഹനങ്ങളോട് കൂടിയവനെന്നാണ് അർത്ഥം. തൻ്റെ തേരിൽ 7 കുതിരകളെ ഘടിപ്പിച്ച സൂര്യദേവനാണ് വിഷ്ണു എന്നാണ് ഇതിനർത്ഥം. സൂര്യ സ്വരൂപനാണ് വിഷ്ണു. അമൂർത്തി, കൈകൾ, കാലുകൾ മുതലായ അവയവങ്ങളില്ലാത്ത മൂർത്ത സ്വരൂപനാണ് വിഷ്ണു എന്നിവിടെ പറയുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ 3 വിഗ്രഹങ്ങൾക്ക് കൈകാലുകളില്ലാത്തതുകൊണ്ട് അവയെ അമൂർത്തി വിഗ്രഹങ്ങളെന്ന് പറയുന്നു അത്രേ. നിരാകാര രൂപനെന്നാണ് ശ്രീ ശങ്കരാചാര്യർ നിർവാണാഷ്ടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനഘ, അഘമെന്നാൽ പാപം. പാപങ്ങളില്ലാത്തവനാണ് മഹാവിഷ്ണു. അചിന്ത്യ, ഇന്ന രൂപത്തിലാണ്, ഇന്ന വിധത്തിലാണ് എന്ന് ചിന്തിക്കുവാനാകാത്തവൻ എന്നാണ് ഇതിനർത്ഥം. ഭയകൃത്, ഭയത്തെ ജനിപ്പിക്കുന്നവൻ. അബദ്ധ സഞ്ചാരികൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഭയനാശന, ഭയത്തെ നശിപ്പിക്കുന്നവനെന്ന് അർത്ഥം. സന്മാർഗികളുടെ ഭയത്തെ നശിപ്പിക്കുന്നവനാണ് എന്ന് വിശേഷണം. 90 ശ്ലോകം. അണുർബൃഹകൃശസ്ഥൂലോ ഗുണഭിർനിർഗുണോ മഹാൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർധന. അണു, ബൃഹത്, കൃശ, സ്ഥൂല, ഗുണഭൃത്, നിർഗുണ, മഹാൻ, അധൃത, സ്വധൃത, സ്വാസ്യ, പ്രാഗ്വംശ, വംശവർധന എന്നിങ്ങനെ 12 നാമങ്ങൾ ഇവിടെ വരുന്നു. അണു, സൂക്ഷ്മരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നു ഈ നാമത്തിൽ. ബൃഹത്, ബൃഹത്തായവൻ, വളരെ വലിയവൻ. അണുവിൻ്റെ നേരെ വിപരീതം. അണുക്കളിൽ വച്ച അണുവും മഹത്തുക്കളിൽ വച്ച മഹത്തുമാണ് ഭഗവാൻ വിഷ്ണു എന്ന് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതായി കാണാം. കൃശ, കൃശഗാത്രൻ, മെലിഞ്ഞവനെന്ന് വിശേഷിപ്പിക്കുന്നു. സ്ഥൂല, ഒത്ത ശരീരത്തോടു കൂടിയവൻ, തടിച്ച ശരീരത്തോടു കൂടിയവൻ എന്നൊക്കെ പറയുന്നു. ഇത് വിരാട് സ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. ഒരേ സമയം കൃശനും സ്ഥൂലനുമായവൻ. ഗുണഭൃത്, സത്വ, രജ, തമോ ഗുണങ്ങളെ വഹിക്കുന്നവനാണ് വിഷ്ണു എന്നർത്ഥം. നിർഗുണ, ഗുണങ്ങൾക്ക് അതീതനാണ് വിഷ്ണു എന്നതുകൊണ്ട് നിർഗുണൻ. മഹാൻ, മഹത്വമുള്ളവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. അധൃത, സകലതിനെയും ധാരണം ചെയ്യുന്നതുകൊണ്ട് മറ്റൊന്നിനാലും ധരിക്കപ്പെടാത്തവനെന്ന് പറയുന്നു. സ്വധൃത, തന്നാൽ തന്നെ ധരിക്കപ്പെട്ടവൻ, സ്വയംഭൂ പോലെ ഒരു വിശേഷണം. സ്വാസ്യ, സു, അസ്യ എന്ന് 2 പദങ്ങൾ കൂടിയതാണ് ഈ നാമം. അസ്യം എന്നതിന് മുഖമെന്ന് പറയുന്നു. നല്ല മുഖത്തോടു കൂടിയവനെന്ന് അർത്ഥം. സർവഭൂതങ്ങൾക്കും മംഗളമരുളുന്ന മുഖത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. പ്രാഗ്വംശ, സർവപ്രഥമമായ വംശത്തോടു കൂടിയവൻ. മറ്റെല്ലാ വംശങ്ങളും പിന്നീട് ഉണ്ടായവരെയാണ് എന്ന് പറയുന്നു. വംശവർധന, വൃദ്ധ് എന്നതിന് വർദ്ധിപ്പിക്കുക, സംഹരിക്കുക എന്നൊക്കെ അർത്ഥം പറയുന്നു. വംശത്തെ വർദ്ധിപ്പിക്കുന്നവനും കൽപ്പാന്തത്തിൽ വംശങ്ങളെ സംഹരിക്കുന്നവനും വിഷ്ണുവാണ് എന്ന് സൂചിപ്പിക്കുന്നു.
നമ്മൾ 90 ശ്ലോകങ്ങളും 846 നാമങ്ങളും മനസ്സിലാക്കി. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോ മൃതവപു സർവജ്ഞ സർവതോമുഖ സുലഭ സുവ്രതസിദ്ധ ശത്രുജിച്ഛത്രുതാപന ന്യഗ്രോധോദുംബരോശ്വത്ഥ ചാണൂരാന്ത്രനിഷൂദന സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോചിന്യോ ഭയകൃത് ഭയനാശന അണുർബൃഹകൃശസ്ഥൂലോ ഗുണഭിർനിർഗുണോ മഹാൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന. 91 മുതലുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.